നമസ്കാരം. ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ല ഇടുന്നത്, നമ്മുടെ വീട്ടിലെ പൂന്തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ വളരെ ട്രെൻഡി ആയിട്ട് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നതാണ് കാക്കപ്പൂ. ഈ കാക്കപ്പൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ ഈ പാടത്തും അതായത് നമ്മുടെ കണ്ടത്തിലൊക്കെ പണ്ട് ചുമ്മാതെ കിളിച്ചു നിന്നതാണ്. അന്നൊന്നും സത്യത്തിൽ ആർക്കും ഈ കാക്കപ്പൂ ഒന്നും വേണ്ടായിരുന്നു. ശരിയായിട്ടുള്ള കാക്കപ്പൂവിന്റെ നിറം എന്ന് വെച്ചാൽ നമുക്കറിയാം കടും നീല. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതോടുകൂടി ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ് ഇതൊക്കെ നടാന്. സത്യത്തിൽ നമ്മുടെ കാക്കപ്പൂവിന് പൊതുവെ നമ്മൾ കാക്കപ്പൂ എന്ന് പറയുന്നതിലും ഇംഗ്ലീഷുകാർ അതിനെ വിഷ് ഫ്ലവർ അല്ലെങ്കിൽ ടൊറേനിയ എന്നൊക്കെയാണ് പറയുന്നത്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ടൈപ്പേ ഉള്ളായിരുന്നു, അതായത് നമ്മുടെ പാടത്തൊക്കെ കാണുന്ന കടുനീല നിറത്തിലെ. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതോടുകൂടി ഇതിന് ഭയങ്കര ഒരു വിപണിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ 3-4 കളർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് തന്നെ പുതിയ പുതിയ വെറൈറ്റി കളറുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് പുതിയ പുതിയ കളറുകളുള്ള കാക്കപ്പൂ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്, അതേപോലെ ഇതിനൊക്കെ കൊടുക്കേണ്ട പരിചരണം എങ്ങനെയാണ്, അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂട്ടത്തിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ കൂടെ നിങ്ങളൊന്ന് ജോയിൻ ചെയ്തേക്കുക. ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തനി നാടൻ കാക്കപ്പൂവാണ്. ഇതെനിക്ക് എൻ്റെ പാടത്തുനിന്ന് കിട്ടിയതാണ്. ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു കൊച്ചു തണ്ടായിരുന്നു. അപ്പോൾ ഈ തണ്ടാണ് നട്ടത് ഞാനിത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സാധാരണ ഹൈബ്രിഡ് ഇനങ്ങളെക്കാളും ഒരുപാട് വലിപ്പമുണ്ട് ഇതിൻ്റെ പൂക്കൾക്ക്. അതുപോലെ ഇലയ്ക്കും അല്പം കൂടി ഒരു വലിപ്പമുണ്ട്. ഈ കാണുന്നത് ഹൈബ്രിഡ് ഇനങ്ങളാണ്. എൻ്റെ കയ്യിലിപ്പോൾ 4 ടൈപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ അത് കൂടാതെ ഇതിൽ നിന്ന് തന്നെ നമ്മൾ പുതിയ പുതിയ ഡെവലപ്പ് ചെയ്തെടുത്ത 2 കളർ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോ സീസൺ കഴിയുമ്പോഴും പൂക്കൾ ഉണ്ടാകുമ്പോഴും നമ്മൾ പുതിയ പുതിയ വെറൈറ്റികൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ആദ്യമേ നമ്മൾ ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നാടൻ കാക്കപ്പൂവിൻ്റെ ചെടികൾ നമ്മൾ നടാൻ വേണ്ടി എടുക്കുന്നത് അതിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ടാണ്. നമ്മൾ തണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഭാഗം കണ്ടില്ലേ, ഈ ഭാഗത്താണ് സാധാരണ വേരുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കണക്ക് കൂട്ടി ആ മുട്ട് പോലെ, അതായത് കണ്ടില്ലേ 2 മുട്ട് പോലെ നമ്മൾ ഈ കോവലിൻ്റെയൊക്കെ വള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ കാണത്തില്ലേ, അതേപോലെ ആ ഭാഗത്താണ് നമ്മൾ പുതിയ വേരുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പം 2 തണ്ടെങ്കിലും അങ്ങനെ നീളം വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. നമ്മളങ്ങനെ അത് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രേക്കകത്താണ് ഞാനിപ്പോൾ നടാൻ പോകുന്നത്. നമുക്ക് മണ്ണിൽ നടാൻ കുഴപ്പമില്ല, പക്ഷേ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ട്രേക്കകത്ത് നടുകയാണ്. അപ്പോൾ നമ്മൾ ട്രേക്കകത്ത് നടുമ്പോഴേ നമ്മൾ 3-1 എന്ന കണക്കിലെ ചകിരിച്ചോറ്, അതേപോലെ ചാണകം, അത് 3-1 ഭാഗം ചാണകം, പിന്നെ ബാക്കി 1/3 ഭാഗം മണ്ണ്, ഇത് 3 മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് നടാനുള്ള സോയിൽ അത് തയ്യാറാക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഇത് നടാൻ പോവുകയാണ്. നടുമ്പോഴേ അതായത് ആ മുട്ട് പോലുള്ള ഭാഗം സോയിലിനുള്ളിലോട്ട് ഇറക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇത് നടുവാൻ. എങ്കിലേ അതിനകത്തുനിന്ന് വേരുകളും അതൊക്കെ പൊട്ടിക്കിളിക്കത്തുള്ളൂ. നമ്മൾ നട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഒരുപാട് ആഴം വേണ്ട. എന്നിട്ട് മുകൾ വശം അല്പം വെള്ളം തളിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 4-5 ദിവസത്തിനകത്ത് തന്നെ ഇതെല്ലാം പുതിയ വേരുകൾ വന്ന് ഇത് പെട്ടെന്നാണ്, സാധാരണ ഹൈബ്രിഡ് ഇനങ്ങളെ പോലെയല്ല, ഇത് പെട്ടെന്നാണ് റെഡിയാവുന്നത്. ഇപ്പം നമ്മൾ മണ്ണിൽ നടുകയാണെങ്കിൽ ഇതേപോലെ തന്നെ അല്പം ആ മണ്ണൊന്ന് കിളച്ചിട്ട് അല്പം ചാണകപ്പൊടിയോടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഇതേപോലെ തന്നെ നടാവുന്നതാണ്. ഇത് ഹൈബ്രിഡ് ഇനമാണ്. ഈ ഹൈബ്രിഡ് ഇനങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തണ്ട് കട്ട് ചെയ്തിട്ട് നട്ട് ഞാൻ പലതവണ അങ്ങനെ നട്ട് നോക്കി, പക്ഷെ അത് ശരിയായില്ല. പക്ഷെ നമ്മൾക്ക് ഇതിൻ്റെ വിത്തുകളാണ്. ആ വിത്തുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവില്ലേ, ആ പൂവൊന്ന് പൊഴിച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ പൂക്കളുണ്ടായി കഴിഞ്ഞാൽ അത് പരാഗണം കഴിഞ്ഞിട്ട് അല്പം ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചുവട്ടിലെ അത് വിത്തുകളാണ്. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു 100 കണക്കിന് വിത്തുകൾ കാണും അതിനുള്ളിലെ. അപ്പോൾ അതൊന്ന് എവിടെയെങ്കിലും നമ്മളൊന്ന് പൊഴിച്ചിട്ടിട്ട് മൂലവശം ഒന്ന് നനച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മണ്ണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തോട്ട് ഈ കായൊന്ന് പൊട്ടിച്ചിട്ടാൽ മതി. പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ കുഞ്ഞു വിത്തുകളാണ്, പെട്ടെന്ന് തന്നെ അത് മുളയ്ക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ വേരുകൾ പൊട്ടാതെ അതിൻ്റെ തൈകൾ പിഴുതെടുക്കുക. എന്നിട്ട് അത് ഞാനിപ്പോൾ ഒരു പോട്ടിനകത്തോട്ടാണ് നടുന്നത്. സാധാരണ മണ്ണിൽ നടുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പോട്ടിലാകുമ്പോൾ നമ്മൾ അതിനകത്ത് അല്പം ചകിരിച്ചോറുടെ, കാരണം ഈ തിക്കായിട്ട് നിൽക്കാൻ പാടില്ല, വേരുകളൊക്കെ ഒന്ന് ഓടാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ മുമ്പ് തനി നാടൻ കാക്കപ്പൂ നട്ടതുപോലെ തന്നെ നമ്മൾ 3-1 ചാണകപ്പൊടി, 3-1 ചകിരിച്ചോറ്, 3-1 മണ്ണ്, ഇത് 3 മിക്സ് ചെയ്തിട്ട് വേണം ആ പോട്ടി മിക്സ് തയ്യാറാക്കാൻ.
എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇതേപോലെ തന്നെ ഒരു വിരൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടൊന്ന് കുഴിക്കുക. എന്നിട്ട് ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് കൊച്ചു ചട്ടിയാണെങ്കിൽ 1 മതി, ഇനി വലിയ ചട്ടിയാണെങ്കിൽ നമുക്കൊരു 3 4 ഒക്കെ നടാം. നട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ചുറ്റുവശം ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക. ഇതും പെട്ടെന്ന് തന്നെ, കാരണം നിലവിൽ വേരുള്ളതാണ്, അപ്പോൾ അത് പെട്ടെന്ന് റെഡി ആയിക്കോളും. ഇനി ഇതിൻ്റെ കെയർ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് പിന്നെ ഒരുപാട് കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാക്കപ്പൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മോശം കാലാവസ്ഥയിലും നന്നായിട്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ നമ്മുടെ പൂന്തോട്ടത്തിലെ മറ്റ് ചെടികൾക്ക് നോക്കുന്ന കൂട്ടത്തിൽ തന്നെ അല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് കിട്ടും. പിന്നെ ഈ തണ്ടുകൾ സൈഡിലോട്ട് പൊട്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ തണ്ടൊന്ന് കട്ട് ചെയ്ത് വിടുക. കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പുതിയ തണ്ടുകളുണ്ടാകും, അതിൽ കൂടുതൽ പൂക്കളും ഉണ്ടാവും. നമ്മൾ ഒരേ തണ്ടിൽ തന്നെ ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ പൂക്കളുടെ എണ്ണം കുറയും, കാണാനും വലിയ ഭംഗി ഉണ്ടാകത്തില്ല. അത് തന്നെയല്ല, പുതിയ തണ്ടുകൾ വരുമ്പോൾ അതിൻ്റെ ഇലയും അതൊക്കെ നല്ല ഫ്രഷായിട്ട് ഇരിക്കും. പിന്നെ ഹൈബ്രിഡ് പിന്നെ മറ്റേതുപോലെ നാടൻ പോലെ ഒരുപാട് അങ്ങ് പടർന്ന് എല്ലായിടത്തോട്ടും ആകത്തില്ല. ഇല്ല, സാധാരണ ഇത് ഒറ്റ തൈയായിട്ട് വന്നിട്ട് സൈഡിലോട്ട് 1 2 കമ്പ് പോലെ വന്ന അതേ ഉള്ളൂ. അല്ലാതെ മറ്റേതുപോലെ ഒരുപാട് ബ്രാഞ്ചുകളൊന്നും സൈഡിലോട്ടുണ്ടാകത്തില്ല. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ നിലവിലുള്ള കാക്കപ്പൂവിലെ എങ്ങനെ പുതിയ കളറുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നാണ്. സാധാരണഗതിയിൽ നമ്മൾ പൂന്തോട്ടത്തിൽ നമ്മൾ അടുത്തടുത്ത് പല ടൈപ്പ് കാക്കപ്പൂ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാണികളും മറ്റും വന്നിട്ട് ഈ പരാഗണം നടക്കുന്ന സമയത്ത് നാച്ചുറലി തന്നെ കുറേ പുതിയ കളറുകൾ ഡെവലപ്പായി എടുക്കും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ഇത് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ പുതിയ കളറുകൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾ അല്പം അകറ്റി വെക്കുക. അതായത് ഒരു പ്രാണി ഒരു ചെടിയെന്ന് വന്നിട്ട് അതിൻ്റെ പൂമ്പൊടി അടുത്ത ചെടിയെ തന്നെത്താൻ കൊണ്ടുപോകാൻ അവസരം കൊടുക്കല്. അതിനുവേണ്ടിയാണ് ഒന്ന് മാറ്റി വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ, അതായത് ഒരു 7 മണിക്ക് മുമ്പായിട്ട് നമ്മൾ പരാഗണം ചെയ്യിപ്പിക്കാൻ വേണ്ടി പൂമ്പൊടി എടുക്കുന്നത് പൂവിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് പൂമ്പൊടി ഇരിക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ഈർക്കിലാണ് എടുക്കേണ്ടത്. വേണ്ട, ഇവിടുന്ന് നമ്മൾ പൂമ്പൊടി എടുക്കുകയാണ്. ഈർക്കിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മുട്ടിച്ചാൽ മതി, അതെല്ലാം പൂമ്പൊടി ആയിക്കോളും. അതിനുശേഷം നമ്മൾ ഏത് പൂവായിട്ടാണോ ക്രോസ് ചെയ്യേണ്ടത് ആ പൂവിൻ്റെ ഇതിന് തൊട്ട് താഴെയായിട്ടുള്ള ഭാഗം കണ്ടില്ല, അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ പൂമ്പൊടി ഒട്ടിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ. അപ്പോൾ പൂമ്പൊടി തമ്മിൽ അവിടെ ക്രോസ് ആയിക്കോളും. ക്രോസ് ആയി കഴിഞ്ഞാൽ ഒരു പുതിയൊരു കളറ് അപ്പോൾ നമ്മൾ നോട്ട് ചെയ്തോണം. അത് പറ്റുമെങ്കിൽ ആ പൂവിൻ്റെ അറ്റത്ത് താഴെ എന്തെങ്കിലും ടാഗോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ക്രോസ് ചെയ്തതാണെന്ന്. അപ്പോൾ അതിൻ്റെ വിത്തുകൾ എടുത്തിട്ട് ആ പൂ ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ വിത്ത് നമ്മൾ കൊണ്ടുപോയി പാകി കഴിഞ്ഞാൽ ഒരു പുതിയ കളറ് കിട്ടുന്നതാണ്. ഇപ്പം ഞങ്ങൾ 3 കളറാണ് ഞങ്ങൾ നട്ടിരുന്നത്, പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഒരു 5 6 കളറ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ തവണയും നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ ഇതേപോലെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3 ചെടിയിൽ നിന്ന് തന്നെ ഒരു 10 15 വെറൈറ്റി ഏതാണ്ട് 4-5 മാസത്തിനകത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക.